പാലക്കാട് CPM നേതൃത്വത്തിൽ വൻ പൊട്ടിത്തെറി. വിമത കൺവെൻഷനിൽ വൻ പങ്കാളിത്തം. മുൻ MLA PK ശശിയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി CPM നേതൃത്വം. ശശിയെയും വിമതരെയും UDF ക്യാമ്പിലെത്തിക്കാൻ തന്ത്രങ്ങൾ മെനഞ്ഞ് കോൺഗ്രസ് നേതൃത്വം. പാലക്കാട്ടെ അടിയൊടുക്കുകൾ രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയായി മാറുന്നു. CPMന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ മുൻ MLA PK ശശി നേതൃത്വത്തിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ ഉയർത്തി രംഗത്ത്. മദ്യപാന സദസ്സിൽ സെക്രട്ടറിമാരെ തെരഞ്ഞെടുക്കുന്ന അവസ്ഥയാണ് പാലക്കാട്ടെ CPM നേതൃത്വത്തിന് നിലനിൽക്കുന്നതെന്ന് കുറ്റപ്പെടുത്തിയ ശശി പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനെ പേരെടുത്തു പറഞ്ഞാണ് വിമർശിച്ചത്. സുരേഷ് ബാബു സ്പിരിറ്റ് കച്ചവടക്കാരനാണെന്നും വിമർശിച്ച ശശി സുരേഷ് ബാബുവും കൂട്ടരും ചേർന്ന് പാലക്കാട്ടെ പാർട്ടിയെ അനുദിനം തകർക്കുകയാണെന്നും കുറ്റപ്പെടുത്തി. അതേസമയം PK ശശിക്കെതിരെ അതേ നാണയത്തിൽ പ്രതികരിച്ചുകൊണ്ട് സുരേഷ് ബാബുവും രംഗത്തെത്തി. താൻ അഴിമതിക്കാരനാണെന്നും അനധികൃതമായി സാമ്പത്തിക നേട്ടങ്ങൾ നേടിയിട്ടുണ്ടെന്നും തെളിയിക്കാൻ അദ്ദേഹം PK ശശിയെ വെല്ലുവിളിച്ചു. താൻ അഴിമതിക്കാരനാണെന്ന് തെളിയിക്കാൻ ശശിക്കോ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർക്കോ കഴിഞ്ഞാൽ പൊതുജീവിതം അവസാനിപ്പിക്കാൻ താൻ തയ്യാറാണെന്നും എന്നാൽ അത്തരമൊരു വെല്ലുവിളി സ്വീകരിക്കാൻ ശശി തയ്യാറാണോ എന്നും സുരേഷ് ബാബു ചോദിച്ചു. അതിന് വ്യക്തമായ മറുപടി നൽകാതെ ഒഴിഞ്ഞുമാറിയ ശശി മാധ്യമങ്ങളെല്ലാം അന്വേഷിച്ചോട്ടെ എന്ന ഒഴുക്കൻ മറുപടി നൽകുകയായിരുന്നു. ഫലത്തിൽ രണ്ട് നേതാക്കൾ തമ്മിലുള്ള വെല്ലുവിളികളാൽ പാലക്കാട്ടെ രാഷ്ട്രീയ അന്തരീക്ഷം ഏറെ കലുഷിതമായിരിക്കുകയാണ്. പല മഹാന്മാരും ജനകീയ നേതാക്കളും ഇരുന്ന കസേരയിലാണ് സ്പിരിറ്റ് കച്ചവടക്കാരൻ കയറിയിരിക്കുന്നതെന്ന് PK ശശി പറഞ്ഞു. ജില്ലാ സെക്രട്ടറി സഖാക്കളെ തമ്മിൽ തല്ലിക്കുകയാണ്. ജില്ലാ സെക്രട്ടറി കാരണം പലരും പാർട്ടി വിരോധികളായി മാറി, മറ്റു പാർട്ടികളിലേക്ക് പോയി. 7 CPIM ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തങ്ങൾക്കൊപ്പമുണ്ട്. കാട്ടുപോത്തിന്റെ കൊമ്പും കാണ്ടാമൃഗത്തിന്റെ തൊലിയുമാണ് ജില്ലാ സെക്രട്ടറിക്ക്. സുരേഷ് ബാബുവിന് ഒരു വിവരവുമില്ല. പലസ്തീൻ യൂറോപ്പിലാണെന്ന് പ്രസംഗിച്ച് നടക്കുകയാണ്. സെക്രട്ടറിക്ക് പത്രവായനയില്ല, അക്ഷരം അലർജിയാണ്. സുരേഷ് ബാബുവിനെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത് തന്റെ തെറ്റാണ്. ആ തെറ്റ് താൻ ഏറ്റുപറയുന്നുവെന്നും PK ശശി പറഞ്ഞു. കോടിയേരി മരിച്ചതോടെ പാർട്ടിയിൽ വൻ ശൂന്യതയാണെന്ന് MV ഗോവിന്ദനെ ഉന്നം വെച്ച് PK ശശി പറഞ്ഞിരുന്നു. കോടിയേരി പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് മനുഷ്യരെ ചേർത്തു പിടിച്ചിരുന്നു. പക്ഷേ നമുക്ക് ഭാഗ്യമില്ലാതെയായിപ്പോയി. കോടിയേരി ജീവിച്ചിരുന്നെങ്കിൽ ഈ ഗതി CPIM പാർട്ടിക്ക് ഉണ്ടാവുമായിരുന്നില്ല. എന്തുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു എന്നത് ഓർക്കണമെന്നും PK ശശി വ്യക്തമാക്കിയിരുന്നു. പാലക്കാട്ട് നടന്ന CPM വിമതരുടെ കൺവെൻഷനിലാണ് ഈ വിധം പൊട്ടിത്തെറികളുമായി ശശി രംഗത്തെത്തിയത്. ഏറെക്കാലമായി പാലക്കാട്ടെ CPMൽ പുകഞ്ഞുകൊണ്ടിരുന്ന വിഭാഗീയതയാണ് ഇപ്പോൾ മറ നീക്കി പുറത്തെത്തിയിരിക്കുന്നത്. മണ്ണാർക്കാട് കേന്ദ്രീകരിച്ച് CPM വിഭാഗീയത ശക്തമായപ്പോഴും അതെല്ലാം ഒതുക്കി തീർക്കാനുള്ള നീക്കമാണ് CPM സംസ്ഥാന നേതൃത്വം നടത്തിയത്. ഗുരുതര ആരോപണങ്ങൾ പലതവണ ശശിക്കെതിരെ ഉയർന്നപ്പോഴും ലഘുവായ നടപടികൾ മാത്രമാണ് CPM നേതൃത്വം കൈക്കൊണ്ടിരുന്നത്. പാർട്ടിക്കുള്ളിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ശശിക്കെതിരെ കർക്കശ നടപടികൾ സ്വീകരിക്കാത്തതിൽ കടുത്ത വിമർശനം പാലക്കാട്ടെ പാർട്ടി നേതൃത്വത്തിലും ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലായാണ് KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ച് ശശി രംഗത്തെത്തുകയും CPM നേതൃത്വത്തെ പരസ്യമായി വെല്ലുവിളിച്ചതും. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ കാഴ്ചയാണ് പാലക്കാട്ടെ വിമത കൺവെൻഷനിൽ ഉണ്ടായത്. തങ്ങൾ വിമതരല്ലെന്നും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികളാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ടാണ് ശശി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. ഉശിര് പണയം വെക്കാത്ത അന്തസ്സും ആത്മാഭിമാനവും ഉയർത്തിപ്പിടിക്കുന്ന അനേകായിരങ്ങളുടെ ജീവരക്തം കൊണ്ട് നിറം പകർന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരാണ് തങ്ങളെന്ന് വിമത കൺവെൻഷൻ ആണെന്നും വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ വലിയ തിരിച്ചടി കിട്ടുമെന്നും ശശി കൂട്ടിച്ചേർത്തു. പതിവ് പോലെ CPM നേതൃത്വത്തെ വെല്ലുവിളിക്കുന്ന വിമതരെ തങ്ങളുടെ ചേരിയിലെത്തിക്കാനുള്ള നീക്കങ്ങളുമായി കോൺഗ്രസ് കേന്ദ്രങ്ങൾ അണിയറ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. PK ശശിക്കെതിരെ കഴിഞ്ഞ കാലങ്ങളിൽ അതിരൂക്ഷ വിമർശനങ്ങളാണ് കോൺഗ്രസ് നേതാക്കൾ ഉയർത്തിയിരുന്നത്. ശശിക്കെതിരെ ലൈംഗിക പീഡനം, സാമ്പത്തിക അഴിമതി തുടങ്ങി ഒട്ടേറെ പരാതികളാണ് ഇതിനു മുൻപ് കോൺഗ്രസ് നേതൃത്വം ഉയർത്തിയിരുന്നത്. അതെല്ലാം ബോധപൂർവം മാറ്റിവെച്ച് ശശിക്ക് പിന്തുണയുമായി VD സതീശൻ അടക്കമുള്ള നേതാക്കൾ രംഗത്തെത്തിയത് ശശിയുടെ നേതൃത്വത്തിലുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയം കണ്ടുതന്നെയാണ്. രാഷ്ട്രീയത്തിലെ സദാചാര മര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള കാൽവെപ്പാണിത്. LDFന്റെ ശക്തി കേന്ദ്രമായ പാലക്കാട്ടെ അണിയറ നാടകങ്ങൾ ഈ വിധത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളിലൂടെ ഇടതു കേന്ദ്രങ്ങൾക്ക് തിരിച്ചടി നൽകാനുള്ള പ്രവർത്തനങ്ങൾ UDF കേന്ദ്രങ്ങൾ നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ബദൽ നീക്കങ്ങൾ ഊർജ്ജസ്വലമായി നടത്താനുള്ള പദ്ധതികളാണ് പാലക്കാട്ടെ CPM നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്.